ഞാൻ ഏകാഗ്രതയിലിരിക്കുക. അടുത്ത ഉടായ്പുള്ള പരിപാടിയല്ലാണ്. അതെന്തെന്ന് വർത്താനം ചേട്ടാ? ഞാൻ എന്ത് ചെയ്താലും ഉടായിപ്പോ? എന്ത് സംഭവം? ചേട്ടാ അരുണേഷ് വരെ യോഗ ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഞാൻ പിന്നെ വിട്ടുകൊടുത്ത് ശരിയാവൂ? ഒരു കാര്യമുണ്ട്. അരുണേഷിന്റെ അടുത്ത് യോഗയൊക്കെ ചെയ്ത് അവിടെ തന്നെ നിന്നോളം പറയണം. എന്റെ മുമ്പിൽ വരില്ലെന്ന് പറയണം. ഞാൻ എടുത്ത് പടയ്ക്കും. അത് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ തീർത്തോട്ടെ. ഇതെന്ത് ആസനമാണ്? ഇതെന്ത് ആസനമാണ്? അങ്ങനൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേട്ടാ. തവളച്ചാട്ടത്തിന് ഇരിക്കണമല്ലോണ്ട്. ആന്നല്ലേ? അത് ചിലർക്ക് തോന്നുന്നതായിരിക്കും. അത് കാണുമ്പോഴേ കഴിഞ്ഞിട്ട് എനിക്ക് സൂര്യ നമസ്കാരം ചെയ്യാൻ. ഓ, സൂര്യ നമസ്കാരം എങ്ങനെയാണ് ചേട്ടാ? അറിഞ്ഞൂടെ? ഇതുവരെ അറിഞ്ഞൂടെ? എന്റെ ചേട്ടാ, നമ്മള് സൂര്യനെ നോക്കുക. സൂര്യനെ നോക്കിട്ട് നമസ്കാരം നമസ്കാരം ഉണ്ടെന്ന് പറയാം. അത്രേ ഉള്ളൂ. ഒരു കൈ കാണിച്ചാലും മതി. അല്ലാതെ കുഴപ്പമില്ല. രണ്ട് കൈ കാണിക്കുന്ന ഇത് ആരും പറഞ്ഞു കൊടുക്കല്ലേ. റെസ്പെക്ട്. നിന്നെ കൊണ്ട് പറ്റുന്ന ചെയ്താ പോരെ? എന്ത് പറ്റുന്നേ? മതി. ഞാൻ എന്തേലും ചെയ്തോട്ടെ, ചെയ്ത് തീർത്തോട്ടത്. ജോലിക്ക് ഇറങ്ങില്ലേ, പൊക്കൂടെ? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ് വിശപ്പ് അടിച്ചല്ലോ. 2 മിനിറ്റ് കൂടെ ചെയ്തിട്ടോ. അല്ലേ വേണ്ട, വല്ലതും കഴിച്ചിട്ട് വന്നിരിക്കാം. മച്ചേ, ലളിതേച്ചി, ആശേ, ലളിതേച്ചി. എന്താ സിന്ധു? ആ ദമയന്തി ചേച്ചിയോ? ഞാൻ അവിടെ ആരെയും ഒച്ചപ്പാടും ബഹളം ഒന്നും കേൾക്കാത്തോണ്ട് വിളിച്ചു നോക്കിയതാ. അല്ല, ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, ഒന്നും പറയണ്ട എന്റെ സിന്ധു. അങ്ങനെ അങ്ങ് പോന്നു. മോള് വന്ന ചേച്ചിക്ക് നല്ല ഉപകാരമായല്ലേ? എന്തോ ഉപകാരം? ആ കുഞ്ഞാന്നെ രാത്രി മുഴുവൻ കരച്ചില്ല. അതിനെ നോക്കണ്ടായോ? ഒരു കാര്യവും ഇല്ല. അപ്പൊ അവള് പഠിക്കുവാണോ? പഠിത്തമൊക്കെ കഴിഞ്ഞു. അവളെ MSc. എങ്കി പിന്നെ വേറെ നല്ല വല്ല ജോലി നോക്കൂടെ ചേച്ചി? അവള് ജോലിയൊക്കെ നോക്കുന്നുണ്ട്. സിന്ധു. എന്താ ചേച്ചി? അതെ, ഞാൻ ഇന്നാളി ചോദിച്ച ഇരിപ്പുണ്ടോ? എന്താ ചേച്ചി? 500 രൂപയുടെ കാര്യമേ. ഓ, അത് ഞാൻ അപ്പൊ തന്നെ എടുത്തു വെച്ചതല്ലേ ചേച്ചി. പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അപ്പോഴല്ലേ കുഞ്ഞുണ്ണി സാർ വന്ന് ഇടയ്ക്ക് ചാടിയത്. ഇപ്പൊ ഇരിപ്പുണ്ട്. ചേച്ചിക്ക് വേണോ? എടുത്തോ സിന്ധു. മരുന്നൊക്കെ വാങ്ങിക്കണ്ടായോ? അതെന്താ ചേച്ചി? അവര് ശമ്പളവും തരുന്നില്ലേ? ഓ, അതൊന്നും പറയാതിരിക്കുവാ ഭേദം. ആ കുഞ്ഞുണ്ണി സാറിന്റെ സ്വഭാവം അറിയത്തില്ലയോ? ചേച്ചി ഇതാ. ഒരു മിനിറ്റേ, ഞാൻ അങ്ങോട്ട് വരാം. ചേച്ചി ഇതാ പൈസ. വരുന്നേ. എത്തുന്നില്ലല്ലോ. നിനക്കെന്തുവാ പൊക്കം കുറഞ്ഞു പോയോ? എന്താണ് ഇവിടെ? അത് ഈ പ്രായമുള്ളവർക്ക് ഇച്ചിരി ദക്ഷിണയൊക്കെ കൊടുക്കുന്ന ഒരു പുണ്യമല്ലയോ, അതാ. ചേച്ചി പിടിക്ക്. മക്കളെ വേണ്ട ഇപ്പം. പുണ്യം ഒന്നും അങ്ങനെ കിട്ടുകയല്ല. അതാ എന്തൊരു കൊച്ചാന്നോ ഇടയ്ക്ക് വന്ന് കയറുവന്നു. സിന്ധു ചേച്ചി, എന്തിനാ ഇവർക്ക് പൈസ കൊടുക്കുന്നേ? അവർക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞു. അയ്യോ, അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസയൊക്കെ ഇവിടുന്ന് അച്ഛൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അവര് കള്ളം പറയുവോ? അയ്യോ ഇല്ല, ഞാൻ കള്ളം പറയുന്നതാ. അയ്യോ അങ്ങനെ അല്ല ആശേ. കുഞ്ഞുണ്ണി ചേട്ടനെ കുറിച്ച് നമുക്കെല്ലാം അറിയാലോ. അതെ, ആവശ്യമുള്ള കാര്യത്തിന് പൈസ ചെലവാക്കാൻ അച്ഛൻ ഒരു മടിയില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊക്കെ എന്തുദ്ദേശിച്ചിട്ട് ഇവർക്ക് പൈസ കൊടുക്കുന്നത്? തിരിച്ചു കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? തരാന്ന് പറഞ്ഞല്ലോ. തരാന്ന് പറഞ്ഞാൽ തന്നെത്താൻ വന്ന് മേടിക്കണം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവരുടെ എല്ലാ ചെലവിനും വേണ്ട പൈസ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ തന്നെത്താൻ പോയി മേടിക്കുള്ളൂ. ഇങ്ങോട്ട് ആരോടും പറഞ്ഞോണ്ട് വരണ്ട കേട്ടോ. അല്ല അത് പിന്നെ ആശേ. ഓ, ആശ പോയി. ഭാഗ്യം, കാശ് പോയി.